ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മഴക്കാലമൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് 1 കപ്പ് ഉഴുന്ന് കഴുകി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നമുക്ക് കുതിർത്തെടുക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്, വെള്ളം ഒട്ടുമില്ലാതെയാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടത്. ഒരു മിക്സിയുടെ ജാറിൽ ബട്ടൺ ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചാണ് ആദ്യം ഞാൻ ഇത് അരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നിർത്തി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ലെഫ്റ്റ് ബട്ടൺ തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ വേണം ഇതൊന്ന് ഇത്ര തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ടോട്ടൽ ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെയാണ് ഉഴുന്നോടെ നല്ല ഫ്ലഫി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും നമുക്ക് കിട്ടും, നല്ല ഷേപ്പിലും കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഗ്രീൻ ചില്ലി, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക്, കറി ലീവ്സ്, ഇത്രയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉള്ളിയും മല്ലിയിലയും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിൽ നമുക്ക് ചൂടാക്കാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ വട ഷേപ്പ് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വട ഷേപ്പ് ചെയ്യാനായിട്ട് കയ്യിൽ ആദ്യം വെള്ളം ഒന്ന് നനച്ചിട്ട് നമുക്ക് വടയ്ക്കുള്ള ബാറ്റർ എടുത്ത് കയ്യിൽ വെച്ച് വടയുടെ ഷേപ്പ് ചെയ്തിട്ട് ഒരു സെൻറ്ററിലൊന്ന് ഹോള് കൊടുത്ത് നമുക്ക് എണ്ണയിലേക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഫ്ലെയിം അങ്ങ് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇത് വടയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. സ്പീഡിൽ ഉയരത്തിൽ നിന്ന് ഇട്ട് കൊടുക്കരുത്, കയ്യിൽ എണ്ണ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് തിരിച്ചു ഇടരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. സ്ട്രെയിനറിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ വട കോരി എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒട്ടും എണ്ണ അബ്സോർബ് ചെയ്തിട്ടില്ല. നമ്മൾ 4 മണിക്കൂറിൽ കൂടുതൽ നേരം ഇത് ഉഴുന്ന് കുതിർത്തെടുക്കാൻ പാടില്ല. അങ്ങനെ ഉഴുന്ന് ഒരുപാട് നേരം കുതിർക്കുകയാണെങ്കിൽ എണ്ണ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഉഴുന്ന് നമ്മളിത് വറുത്തെടുക്കുമ്പോഴും മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഉൾഭാഗവും നമുക്കിത് വെന്ത് കിട്ടുകയുള്ളൂ. നമ്മൾക്ക് ഇനി ഒരു കോക്കനട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രേറ്റഡ് കോക്കനട്ട്, ഗ്രീൻ ചില്ലി, ഈ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറി ലീവ്സ്, ഉപ്പ്, വെള്ളം, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ചട്നി തയ്യാറാക്കുന്നത്. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ചട്നി നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ അല്ല ചട്നി തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചട്നിയാണ്. ഉഴുന്നുവടയുടെ കൂടെ സാമ്പാറും ചട്നിയും ഒക്കെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇഡ്ഡലി, ദോശ, വട എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. സദ്യയ്ക്കും വളരെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഉഴുന്നുവടയും സാമ്പാറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.